ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയ്സിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി നമ്മൾ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. പൗലോസ് അപ്പോസ്തലനും കൂടെയുള്ളവരും എങ്ങനെയാണ് തെസ്സലോനിക്കരോട് സുവിശേഷം പ്രസംഗിച്ചത്? അതാണ് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. പൗലോസും കൂടെയുള്ളവരും കർത്താവിന് വേണ്ടി അധ്വാനിച്ചപ്പോൾ, കർത്താവിന്റെ സുവിശേഷം സാക്ഷ്യം വഹിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന 2 കാര്യങ്ങളെ കുറിച്ച് പറയാം. 1 അവരുടെ അധ്വാനം, 2 അവരുടെ പ്രയാസം. അവരുടെ ശുശ്രൂഷ ഫലകരമായി തീരുവാനുള്ള കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവർ അധ്വാനിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. 2, അവർ പ്രയാസപ്പെടുന്നവരായിരുന്നു. പൗലോസിന്റെ അധ്വാനം നമുക്കറിയാം 2 നിലയിലാണ്. 1 കായികമായി അധ്വാനിച്ചു, മറ്റൊന്ന് മാനസികമായിട്ടുള്ള അധ്വാനം. ഇത് 2ഉം പൗലോസിനുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസ് ഇക്കാര്യത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 1-2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, ഇങ്ങനെ വലിയൊരു കൂട്ടം അധ്വാനം തനിക്കുണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കിയാണ്. അങ്ങനെ വളരെ അധ്വാനത്തോടു കൂടി കർത്താവിന്റെ വേല ചെയ്ത പൗലോസിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. തെസ്സലോനിക്കയിലായിരുന്നപ്പോഴും കൊരിന്തിലായിരുന്നപ്പോഴും പൗലോസ് എങ്ങനെയായിരുന്നു, എഫേസോസിലായിരുന്നപ്പോഴും എങ്ങനെയായിരുന്നു എന്ന പൗലോസ് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 20-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ എഫേസോസിലെ മൂപ്പന്മാരെ മിലോത്തോസിൽ വിളിച്ചു വരുത്തി താൻ എങ്ങനെയാണ് എഫേസോസിൽ ശുശ്രൂഷ നിർവഹിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ്. അവിടുന്ന് വളരെ കഷ്ടപ്പെട്ട് തനിക്കും തന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി തന്റെ സ്വന്തം കൈകളെ അധ്വാനിച്ചുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്തു, പ്രാപ്തിയില്ലാത്തവരെ സഹായിച്ചു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങളെ ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. പൗലോസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അത് 2 വശങ്ങളുണ്ട്. 1, കർത്താവിന്റെ വചനം അനുസരിച്ച് അവർക്ക് ഒരു നല്ല മാതൃക കാണിക്കുകയായിരുന്നു. മറ്റൊന്ന്, ഇവിടെ പൗലോസ് പറയുന്നത് പോലെ ആർക്കും ഭാരമായി തീരാതെ വണ്ണം ജീവിക്കുവാനുള്ളതായ പൗലോസിന്റെ നല്ല ആ ഉദ്ദേശം അതിവിടെ വ്യക്തമാവുകയാണ്. ഇവിടെ പൗലോസ് പറയുന്നത് ആ കഷ്ടതയും ആ പ്രയാസവും അധ്വാനവും ഒക്കെ പൗലോസ് ചെയ്തു എന്നാണ്. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ അധ്വാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസത്തിന്റെ വേലയും സ്നേഹത്തിന്റെ പ്രയത്നം. ഇവിടെ പ്രയത്നം എന്നാണ് അധ്വാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ താൻ അനുഭവിച്ച പ്രയാസങ്ങൾ, ഭാരങ്ങൾ, കഷ്ടതകൾ, അതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്തതിന്റെ കാരണം ഇവിടെ പൗലോസ് പറയാണ്, നിങ്ങൾ ഓർക്കുന്നുവല്ലോ. തെസ്സലോനിക്ക വിശ്വാസികൾക്ക് അത് കാണുവാൻ കഴിഞ്ഞ കാര്യമാണ്.
പൗലോസിന്റെ ശുശ്രൂഷ ഈ സുവിശേഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുക, എന്തെങ്കിലുമൊക്കെ ഭൗതികമായ നേട്ടം ഉണ്ടാക്കുക എന്നതായിരുന്നില്ല. അതിനുവേണ്ടി തന്നാലാവും വിധമൊക്കെ തന്റെ ദൈവാത്മാവിന്റെ സഹായത്താൽ അധ്വാനിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. പൗലോസ് 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 10 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യം പറയുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് പറയുന്നു, തന്റെ അധ്വാനത്തെക്കുറിച്ച് അവിടെ വ്യക്തമാക്കുകയാണ്. ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെ എല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, തനിക്ക് ലഭിച്ചതായ ദൈവകൃപ കൊണ്ട് സാധിപ്പിച്ച കാര്യം മറ്റുള്ളവരെക്കാളെല്ലാം അത്യധ്യം അധ്വാനം ചെയ്യുവാനിടയായി. എന്നാൽ എന്നോടുകൂടിയുള്ള ദൈവകൃപ അത്രേ. ദൈവകൃപ പൗലോസിനെ അധ്വാനിക്കുവാനായിട്ട് ബലപ്പെടുത്തി എന്ന് ഇവിടെ വ്യക്തമാകുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾക്ക് ദൈവകൃപ ലഭിച്ചപ്പോൾ അത് കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാനായിട്ടാണ്, കർത്താവിന് വേണ്ടി പരിശ്രമിക്കുവാനായിട്ടാണ്, കർത്താവിന് വേണ്ടി പ്രയത്നിക്കുവാനായിട്ടാണ് ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. പൗലോസ് പറയുകയാണ്, ഈ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു ഭാരം ഉണ്ടാകരുതെന്ന് വെച്ച് ഞങ്ങൾ രാപ്പകലും വേല ചെയ്തുകൊണ്ട്, രാവും പകലും എന്നുള്ളത് ഒരു പ്രയോഗമാണ് നിരന്തരമായിട്ട്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പ്രയോഗം തന്നെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 10-ാം വാക്യത്തിൽ, വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. രാവും പകലും അധ്വാനിക്കുന്ന പൗലോസ്, രാവും പകലും പ്രാർത്ഥിച്ചു പോരുന്ന ഒരു പൗലോസ്. ഇത്ര നല്ല മാതൃകയാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ അധ്വാനവും ഒന്നും വൃഥാവായില്ല. തെസ്സലോനിക്കയില് അനേകർക്ക് ദൈവമക്കളായി തീരുവാൻ സാധിച്ചു. മറ്റുള്ളവർക്കൊരു ഭാരമായി തീരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗലോസ്. നമുക്കറിയാം, തെസ്സലോനിക്കയിലായിരുന്നപ്പോൾ ആ ഫിലിപ്പിയിലെ സഭയിലെ വിശ്വാസികൾ പൗലോസിനെ സുവിശേഷ വേലയിൽ ഭൗതികമായ നിലയിൽ സഹായിച്ചു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെ ആ ഭൗതികമായ സഹായം ലഭിച്ചപ്പോഴും ആ ഭൗതികമായ സഹായത്തിൽ ആശ്രയിക്കാതെ തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്ത് നല്ല ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. മാത്രമല്ല, രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. പിന്നെയും പൗലോസ് ഈ വാക്കുപയോഗിച്ചിരിക്കുകയാണ്, തങ്ങൾ എന്ത് ശുശ്രൂഷയാണ് ചെയ്തത്? അത് ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷ നിർവഹിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്രസംഗത്തിന്റെ പിന്നിൽ വ്യാപരിച്ച ആ ആത്മീയമായ ശക്തി, ആത്മീയമായ ആ ബലം ഇവിടെ വെളിപ്പെടുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അനേകര് ഈ തെസ്സലോനിക്കയിൽ കർത്താവിനെ അറിയുവാൻ ഇടയായി. പ്രിയ ദൈവമക്കളെ, നമുക്ക് തന്നിരിക്കുന്ന ഈ ചെറിയ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ, പ്രയാസപ്പെടുവാൻ, കർത്താവിൻ്റെ വേലയിൽ നമ്മളെ കൊണ്ടാവും വിധമൊക്കെ അധ്വാനിക്കുകയും അതിൽ ലഭിക്കുന്നതായ നന്മകൾ കൊണ്ട് മറ്റുള്ളവരെ സഹായിപ്പാനും ഇടയായി തീർന്നാൽ നമ്മുടെ ശുശ്രൂഷ ഏറ്റവും ധന്യമായി തീരും. അതിനുള്ള നല്ല മാതൃക പൗലോസ് ഇവിടെ കാണിച്ചു തരികയാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാൻ ഇടയായിട്ടിരട്ടെ. നമ്മൾ ആർക്കും ഒരു ഭാരമായി തീരാതെ എല്ലാവരെയും അവരുടെ ഭാരങ്ങളിൽ താങ്ങുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.